സിറിയക്കെതിരായ അമേരിക്കൻ ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനം സിറിയയുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനുമുള്ള വാതിൽ തുറക്കുമെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷിബാനി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ പുതിയ നീക്കം ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഫലിക്കുക? മധു. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. സിറിയക്കെതിരായ അമേരിക്കയുടെ മിക്ക സാമ്പത്തിക ഉപരോധങ്ങളും നീക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടെ ഈ സിറിയയിലെ പുതിയ സർക്കാരുമായിട്ടുള്ള ബന്ധം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഈ സാമ്പത്തിക മേഖലയിലും അതുപോലെ വ്യാപാര മേഖലയിലുമുള്ള ഉപരോധങ്ങളാണ് പ്രധാനമായിട്ടും പിൻവലിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അൽ ഖയ്ദയുമായിട്ടുള്ള സിറിയൻ നേതാക്കളുടെ മുൻകാല ബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ അമേരിക്കയിലെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ ഭരണരംഗത്തും ഒക്കെ ഉള്ളപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സിറിയയുമായിട്ടുള്ള അമേരിക്കൻ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ മെയ്യിൽ പശ്ചിമേഷ്യയിലേക്കുള്ള തന്റെ രണ്ടാം ടൈമിലെ ആദ്യ യാത്രയിൽ അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ കാണുന്നത്. സിറിയൻ പ്രസിഡന്റിനെ പറ്റി ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത് യങ്, അട്രാക്റ്റീവ് ആൻഡ് ടഫ് എന്നായിരുന്നു. നമുക്കറിയാം, 2011 ഈ ഏതാണ്ട് മാർച്ച് മാസത്തിലാണ് സിറിയയിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചത്. അപ്പോൾ ട്രംപ് പറയുന്നത് അതിനുശേഷം സിറിയയെ പുനർനിർമ്മിക്കുവാൻ ഒരു അവസരത്തിന് അർഹതയുണ്ടെന്നാണ്. സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു പ്രസിഡന്റുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആ സുപ്രധാനമായ കൂടിക്കാഴ്ച. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ അഭയം തേടിയിരിക്കുന്ന സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനും കൂട്ടാളികൾക്കും അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റിനും ഇറാനും എതിരെയൊക്കെയുള്ള ഉപരോധം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനം സിറിയയുടെ റീബിൽഡിങ്ങിനും അതുപോലെ ഡെവലപ്മെന്റിനും ഒക്കെയുള്ള വാതിൽ തുറക്കുമെന്നാണ് സിറിയയുടെ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷിബാനി പറയുന്നത്. അതുപോലെ സിറിയയുടെ സെൻട്രൽ ബാങ്ക്, സിറിയയുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഈ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതലായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രാബല്യത്തിൽ വരിക. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും.